ഇത്രയും ദൂരെയാണോ? ഞാൻ പാപ്പി എന്നെ ഒന്ന് വിളിച്ചുകൂടെ പാപ്പി? ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ അത് ഉറക്കെ കരുതിരുന്നെങ്കിൽ ഫോളോ ചെയ്യില്ലായിരുന്നാ? തലക്കകത്ത് വല്ല ബുദ്ധി കാണും. അല്ലടാ ബാറ്ററി ബാറ്ററി പബ്ജി പി സി കയറ്റാൻ വല്ല കുഴപ്പമുണ്ടോ? കല്യാണം ഇനി ഒരുത്തന് കല്യാണം കഴിക്കാൻ മുട്ടിയിരിക്കുന്നു. ഇപ്പഴേ പറഞ്ഞിട്ടുണ്ട് എൻവിയില് പെണ്ണ് കയറ്റിയാൽ നിന്റെ ഒക്കെ കാല് കിട്ടും. കോഹ്ലിർ ആയാലും ശരി മെമ്പർ ആയാലും ശരി. ഇപ്പഴേ പറഞ്ഞിട്ടുണ്ട്. സൈക്കോ ഞാനോട്ട് എടുത്ത തീരുമാനം. ഗ്യാങ്ങോസി പെണ്ണ് കയറ്റത്തില്ല, ലീഡറും കയറ്റത്തില്ല. പക്ഷെ ഒരു 40 കോടി കേസും കൊണ്ട് ആരാ വരുന്നുണ്ടേ? 40 കോടി 50 കോടിയല്ല 100. അല്ലല്ല ഞാൻ ഒരു കേസ് പറട്ടെ. 40 കോടിയുടെ കേസായാലും 50 കോടിയുടെ കേസായാലും പാപ്പിക്ക് മയിലാണ്. മനസ്സിലായ? ആണല്ലേ? ഓക്കെ കാണാം. അല്ല ഞാൻ ഒരു കേസ് വേറൊരു കേസ് പറയാം. ഗ്യാങ് പെണ്ണ് ഏറ്റിക്കൂടാ. പെണ്ണിന്റെ കൂടെ നിക്കണം. സ്പോട്ടിൽ അടിച്ചു കൊല്ലും. പെണ്ണിന്റെ കൂടെ നിക്കോ സംസാരിക്കോ ഫോണിൽ കോണ്ടാക്ട് എല്ലാം കണ്ടല്ലോ സ്പോട്ടിൽ അടിച്ചു കൊല്ലും. എനിക്ക് പുറത്താക്കും. പെണ്ണ് ചെറുത്താന്റെ 500ാമത്തെ മറ്റേ ചരമവാർഷികം. പാപ്പി അവന്റെ ഫോൺ കണ്ടിട്ടുണ്ടാ പാപ്പി? ചെറുത്താന്റെ കാണണം, അതൊക്കെ കാണാനുള്ളതാ. ഉള്ള എല്ലാവരുടെ നമ്പറും ഉണ്ട്. സൈക്കോ എടുത്ത തീരുമാനമാണ്. ആണാ? നമ്മളെല്ലാരും ഇങ്ങനെ മൂഞ്ചി. മനസ്സിലായില്ല? അപ്പൊ സൈക്കോ ഒക്കെ ആദ്യം പെണ്ണിന് തപ്പണം. സൈക്കോനെ ആദ്യം പെണ്ണ് സെറ്റ് ആക്കണേ. ആദ്യത്തെ കല്യാണം സൈക്കോ. എനിക്ക് കെട്ടിയേ പറ്റൂന്ന് അപ്പൊ എന്നെ കെട്ടിക്കണമെന്നൊന്നും ഇല്ല കുണ്ണാക്ക്. അല്ല പാപ്പി, അത് കഴിഞ്ഞിട്ട് പെണ്ണ് വേണ്ടെന്ന് പറഞ്ഞേ. നെക്സ്റ്റ് അടിച്ചേ. എടാ വെൽക്കം ഹിറ്റ്ലറെ വെൽക്കം ടു സ്ട്രീം. ഹിറ്റ്ലർ എന്റെ ഹിറ്റ്ലറാണത്. നിന്റെ ഹിറ്റ്ലറല്ലേ ഇപ്പൊ എന്റെ ഹിറ്റ്ലർ. ഞാൻ വണ്ടി ഇടിച്ചിട്ട് തന്നെ മരിക്കും. നോക്കിയോ പാപ്പി, ഇത് എത്ര ദൂരം ഇത്? ഞാൻ വന്ന് മടുത്ത്. ഒരു അറ്റത്തുനിന്ന് മറ്റേ അറ്റത്തുന്നതല്ല. ഒരു രാഗമല്ലി വിടരുന്ന പോലെ ഒരു രാജമല്ലി പോലെ. അയ്യോ, ഇതുവഴി പോകാൻ പറ്റുന്നില്ലേ? പരമോ പെണ്ണ് കയറ്റണോ വേണ്ടേ? ഗ്യാങ്ങോസി പെണ്ണ് കയറണോ വേണ്ടേ? മാണം അത് വേണം. എടാ പെണ്ണ് കയറണമെങ്കിൽ പരമ തിരിച്ച് കോലിടാട്ട് കയറണം. അല്ല പരമ തിരിച്ച് കോലിടാട്ട് കയറണം. പരമ തിരിച്ച് കോലിടാട്ട് കയറണം. പറ്റോ? നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അല്ല ഇനി പരമ ആർപ്പിലോട്ട് വന്നില്ലെങ്കിൽ പിന്നെ പരമൊരു സ്ഥാനം ഇല്ല, ഗ്രൂപ്പും ഇല്ല, ഒരു അണ്ടിയും ഇല്ല. ഉറപ്പ് കേസാ. ആരെയും ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേയേഴ്സിനെ എൻവി താങ്ങേണ്ടതാണ് ഡിസിഷൻസ് എടുത്തിരിക്കുന്നത്. സൈക്കോട്ടെ കാല് പിടിക്കേണ്ടി വരുമോ? ആയിക്കോട്ടല്ല, അത് ഞാനെടുത്തേ. പാപ്പി എന്തോ എന്റെ റോക്ക് സ്റ്റാർ പോയിട്ടുണ്ടോ ഇല്ലയോന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. അല്ല വരുമോ എന്റെ ഗ്യാങ്ങിന്റെ അവസ്ഥയെ നമ്മള് പണ്ട് സ്ക്രാപ്പിംഗ് തുടങ്ങേണ്ട ആ അവസ്ഥയിലാണ് നിക്കുന്നത്. സോ എനിക്ക് ഗ്യാങ് പൊക്കണമെങ്കിൽ മറ്റേ ഹോൾഡ് ചെയ്ത് മറ്റേ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഡ്രാഗനോവ് സ്നൈപ്പർ ആണോ? നമ്മള് പണ്ടെടുത്ത തീരുമാനമാണ്. നിനക്കും അറിയാം കളയേണ്ടത്. കളഞ്ഞില്ല പോയില്ലെങ്കിൽ പൊങ്ങത്തില്ല. മനസ്സിലായില്ല പരമോ? കളയേണ്ട സമയത്ത് കളഞ്ഞിരിക്കണം. അത് നമ്മളെല്ലാരും കൂടി എടുത്ത തീരുമാനം. ഓർമ്മയുണ്ടോ? അത് നീ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പറടാ. അല്ല സൗണ്ട് കേൾക്കുന്നില്ല. ഉറച്ചു പറ ഒന്നും കേൾക്കുന്നില്ല. മനസ്സ് വിഷമിച്ച് പെണ്ണാ അല്ല വെട്ടർ നീ പയ്യമ്മൽ ആക്റ്റീവ് അല്ലല്ലോ. നിനക്കെന്തൊക്കെ ഇവിടെ വോയിസ് ആക്റ്റീവ്? എല്ലാവർക്കും വോയിസ് അല്ല. ഗ്യാങ് തുടങ്ങാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ കണ്ടിട്ടില്ല പരിസരത്ത്. എന്തേ തൊള്ള ഇറങ്ങി പോയാ? എന്തോ അടിച്ച് അല്ല ഇപ്പൊ വന്നില്ലെങ്കിൽ ഇപ്പം അന്നത്തെ സെന്റിമെന്റ് ഒന്നും കാണത്തില്ല. എടുത്ത് കളയും വെച്ചാൽ ഞാൻ കളയും. ഉറപ്പാ 100% ഞാൻ കളയും.
ഞാൻ ഒരുത്തനെ സെന്റിമെന്റ് നോക്കത്തില്ല, ഉറപ്പിച്ച കാര്യം. ഗ്യാങ് നോക്കണേ സെന്റിമെന്റ് നോക്കിയിട്ട് ഒരു കാര്യമില്ല മോനെ, സീരിയസ്ലി. എടാ ഇത് ചാടി പോകുന്നല്ലേ. നാറി എന്നെ അടിച്ച്. അത് അല്ല അത് ഞാൻ മറ്റേ സ്നൈപ്പർ വെച്ചടിച്ചാ. എടാ നമ്മളെ സോണിന്റെ അകത്താ നിക്കുന്ന, മനസ്സിലായില്ലേ? വണ്ടി എടുത്തിട്ട് വരണം. സോൺ ഇങ്ങോട്ടാ വണ്ടി. അവൻ അടിച്ച അടി എന്റെ ഹെൽമെറ്റ് വരെ പോയി പാപ്പി, ഡാമേജ് ആയി. എന്തോ വന്നല്ല വനമാല. എന്റെ പയ്യനെ കുറിച്ച് എല്ലാം പറഞ്ഞല്ലേ. ഞാൻ പറയും ഇതേ ഇവന്റെ മോളിൽ നിന്ന് ഇറങ്ങടാ ഹിറ്റ്ലറെ. കണ്ടാ നിന്റെ ചാനലവിടെ അതിന്റെ മോളിൽ നിന്ന് പാവം പയ്യനെ കുറിച്ച് പറഞ്ഞാണ്. അതിൽ അത് ആവശ്യമുള്ളയാളാ. അവൻ എന്ത് ചെയ്തു? അവൻ VC കയറിയത് 13. അത് പാപ്പിന്നൂടെയല്ല വിളിച്ചത്. ഇത്രയും നേരം അവനെ പറ്റിയ ഞാനാ. അവൻ വന്ന് വിളിച്ച 13. അപ്പൊ അവന്റെ അടുത്ത് പറഞ്ഞ ഡയലോഗ് എന്താ? അതല്ലേ അതല്ലേ നീ ഫോളോ ചെയ്താടാ എന്നെ? നീ എന്നെ ഫോളോ ചെയ്താടാ? ഞാൻ വരാൻ ഫോളോ ചെയ്തില്ല. പിന്നെയാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും പാപ്പി. നോക്കിക്കോ, എനിക്ക് കുഴപ്പമില്ല. എനിക്കൊരു സമയം പോകത്തുള്ളൂ. അല്ല ഇത് എവിടെയായിരുന്നു അടി ഉണ്ടായിരുന്നത്? ഇവിടെ ഒരുത്തനുണ്ട്. അയ്യേ പരമോ എൻബിയുടെ ഗ്രൂപ്പിൽ 54 പ്ലേയേഴ്സ് ഉണ്ട്. 54 ഫോളോവേഴ്സ് ഇന്ന് കയറും. അയ്യോ വീണ്. പാപ്പി താഴെ വീണ, താഴെ വീണ, ഞാൻ താഴെ വീണ. എന്നെ ഒന്ന് പൊക്കി താഴെ വീണ. 4ാം നിലയിൽ നിന്ന് ചേത്താൻ തല്ലിട്ട്. പറ പറ പറ. യൂട്യൂബ് ചാനൽ കിട്ടുവോ അതോ ഇനി എങ്ങനെ? അതൊരു ഹോപ്പ്ലെസ് പരിപാടിയാണ്. പക്ഷെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടോ. മെയിൽസ് ഒക്കെ നിറയെ അയച്ചിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അല്ല ഇനി അത് നോക്കിയിട്ട് കാര്യം തൽക്കാലം നമുക്ക് സെക്കൻഡ് ചാനൽ തുടങ്ങിയാലേ പറ്റൂ. ബ്ലാക്ക് ലിസ്റ്റഡ്. അവൻ അവിടെ ആ മാർക്കം ഉണ്ടോ? അവിടെ നിന്ന് അടിക്കുന്നു. ഞാൻ റഷ് ചെയ്താലാ? അയ്യോ മാറാ. ടോപ്പിക് അവിടുന്ന് അമ്മാരി അടി ഇട്ടിട്ട് വന്നാ ഞാൻ. എവിടെന്ന് അടി വരുന്നൊന്നുമല്ല, മാർക്ക് ചെയ്തിട്ടില്ലേ പാപ്പി? എന്റെ 8x ആയിരിക്കുന്നേടാ. ഞാൻ സ്കോപ്പ് ഇട്ട് നോക്കി ആ ഏരിയ അവൻ ഓടി അവിടുന്ന്. അതെ ആരെങ്കിലും മെഡിക്ക് തരുമോ? ആരെങ്കിലും മെഡിക്ക് തരുമോ? ഞാൻ തരാം. ഇങ്ങോട്ട് വന്നേ. ഓ താഴെ ഓരോന്നായിട്ട് വരുന്നുണ്ടോ? ഇങ്ങോട്ട് വന്നേടാ. ഇങ്ങോട്ട് എന്താടാ? എന്താടാ ഇത്രയും നേരം എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്തു? നിന്നെ കൊണ്ട് ഞാൻ പ്രാവശ്യം പരമൂന്ന് വിളിച്ചാണ്. പറ നീ എല്ലാരും കൂടെ സംസാരിക്കോ? നീ ഒറ്റ വിളി എന്നെ വിളിച്ചോ? ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു പാപ്പിക്ക്. പക്ഷെ ഒന്നും പറയാനില്ല. കിളിങ്ങാൻ വേണ്ടി ശബ്ദം. അടുത്ത സോണ് ഓടിക്കോ മക്കളെ. സോൺ വരുന്നുണ്ട്. വണ്ടി കയറിക്കോട്ടോ. ഈ മെഡിക്കിറ്റോ ഒരെണ്ണായിട്ടൊക്കെ എന്താ ഡ്രോപ്പ് ചെയ്യാ? ടാബ് ഞെക്കിട്ട് F ആണോ തോന്നുന്നു. വന്ന് വണ്ടി കയറിയടാ. പാപ്പി എന്തേ? ട്രിപ്പ് പോയിട്ട് വരാം. എങ്ങോട്ടാ പാപ്പി? അടി വരുന്നു കുണ്ണുകളെ. വന്ന് വണ്ടി കയറിയടാ. അല്ല വരണ്ട. അവന്മാരൊന്ന് നേരെ കയറിയപ്പോ നിങ്ങൾക്ക് കുരുവായിരുന്നു. ഞാൻ അവിടെ ആരോ പാർക്ക് ഇട്ടിരിക്കുന്നത് പറഞ്ഞ അങ്ങോട്ട് പോയതാ.
അവിടെ മാർക്കറ്റിംഗ്. ഓ പറ 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 പറ. സോണ് വരുന്നുണ്ട്. ഇപ്പഴാണ് പിള്ളേര് കളി കളിക്കുന്നേ. വണ്ടി കേറ് പാപ്പി. ആരാ കൺട്രോൾ 3 ഓക്കെ. അവരെ വിളിക്കും പരമോ. സീരിയസ്ലി ഈ കളി തോറ്റ മൊത്തം അപരാധം പരമ്പര കേൾക്കുന്നത്. സീരിയസ്ലി കളി തോറ്റാലാ സോണിപ്പെട്ട് ചത്താൻ എന്നെ പറഞ്ഞോ. ചാവുന്ന തോന്നിട്ട് മാച്ച് 10 അടിക്കാതെ പരമോ. ഈ മാച്ച് ടോപ്പ് 10 അടിക്കാതെ പരമോ. പാപ്പി അവിടെ എന്ത് വെടിക്കെട്ടാ. പടാ 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 പടാ. അയ്യേ വന്നേക്കുന്നവൻ എന്നിട്ട് ഒരു ബുള്ളറ്റ് കൊള്ളുന്നുണ്ട്. അതുമില്ല സത്യം. ടയറിലും കൊള്ളുന്നുണ്ട് ഒരെണ്ണം. ഇല്ല മാനത്ത് പിടിച്ച് കളിക്കാൻ. പാപ്പി ഈ വീട്ടില് ആളില്ലാന്ന് തോന്നുന്നു. വണ്ടി അവിടെ ഇട്ടേന്ന് ഓർമ്മ വേണം. ഞാൻ തിരിച്ചു വന്ന് കേറാൻ പറയുമ്പോ കേറിക്കോളണം. ആ ഓക്കെ ഞാൻ കേറിയതുപോലെ തന്നെ. എനിക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല വരുമ്പോ. സീരിയസ്ലി ഞാൻ ഇട്ടിട്ട് അങ്ങ് പോകും. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ എന്തിനാ ഞാൻ ഇങ്ങോട്ട് വന്നേ? പെണ്ണിനിട്ട് പോണ പോലെ പറയുന്ന പോലെ. എനിക്ക് എന്റെ ടീമിന്റെ ജീവനാണ് 3 ജീവനാണ് എനിക്ക് പ്രധാനം. ഫോറക്സ് ഒന്നുണ്ടേ? ഒരു വണ്ടി വരുന്നേ. അടിക്ക് നമുക്കുണ്ടാ പേടി. എല്ലാം സെറ്റ് ആയിരുന്നു. അടിക്കാൻ പോവാണ്. രണ്ടുപേരെ അടിച്ചു. അവിടെ ഇതിന്റെ ഒരു ടീം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പം പാപ്പി ചാടി വന്നവര് കൊള്ളാവനെ. എന്താ അസിസ്റ്റ് വേണം എനിക്ക്. ഇച്ചിരിയെങ്കിലും ഹെൽത്ത് ആയിന്ന് വെച്ചാൽ ഞാൻ കേറാൻ. ഇവിടെ 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 ഒരുത്തൻ കേറി പോയിട്ടുണ്ടേ. നോക്കിയേ ഇവിടെ ഡെഡാ വരും. അപ്പൊ അവൻ ചാടിപ്പോയി. എടാ ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ അത് അടിച്ചേക്കെ. സ്കോപ്പ് ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ തൂക്കിക്കോ. എന്റെ കയ്യിൽ കിട്ടിയടാ. ഒരു ചെറിയ ഡൗട്ട് അവൻ ഇവിടെ എവിടെ ഉണ്ടെന്ന്. അവ അമ്മമാര് അടിയടിച്ചു പാപ്പി. ഇട്ടോ? ആ ചെലപ്പോ ഡാമേജ് വീണിട്ടുണ്ടോ. ഈകളെ നീ എന്താടാ ചെയ്യുന്നേ? അവനെ കൊന്ന് ഇതെപ്പോ? എനിക്ക് ലെവൽ 3 ബാഗ് ഉണ്ടെന്നാടാ. ഇതെന്താ ഷീറ്റൊക്കെ കെട്ടി വെച്ചേക്കുന്നേ? അതെന്തോ ഷീൽഡോ സ്മോക്ക്. ഒയ്യോയ്യോ ഫ്രാഗ് ഗ്രനേഡ് ഇത്രയും നേരമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അത് മറ്റേ ബോംബിട്ട പോലെ എനിക്ക് തോന്നുന്നു. ധാരാളം എനിക്കുള്ള സ്കോപ്പ്. എന്താടാ നിനക്ക്? നീ ലൈവില് മറ്റേ കണ്ണൂരുകാരെ കൊണ്ട് തെറി വിളിപ്പിക്കോ? ചുപ്പൊക്കെ നമുക്കറിയൂടാ. ഹെൽമിലെ മെമ്പറല്ല ഗിക്കിയത്. ഞാൻ കളഞ്ഞു. എനിക്കറിയൂടാ ഏതാ വിക്രം. നിനക്കറിയാവടാ? ആരും ഇങ്ങോട്ട് വന്നതുപോലെ തോന്നി എനിക്ക്. ശരിയാണോന്ന് അറിഞ്ഞൂടാട്ടാ. എന്റെ അച്ഛന്മാരെ വായും വെച്ച് മിണ്ടാതിനെ തളക്കും വിളിക്കുമ്പോഴാ വെച്ചിട്ടുണ്ടായിരുന്നു. പാപ്പി ഇവിടെ അടുത്ത ചുരുളിയില് പാപ്പി ഇറങ്ങണം. എന്താടാ എനിമി? എന്താ പൊങ്കാലയാ? എടാ ഈ പോണോമാര് ഡോർ അടച്ചിട്ട് പൊക്കോണം. എനിമിയാണോ? അതെ അതെ അതെ. രണ്ടുപേര് വന്നു. എവിടെന്ന് അടിച്ചേ?
അറിയില്ല. ഡോർ ക്ലോസ് ചെയ്തേ, ഡോർ ക്ലോസ് ചെയ്തേ. എടാ ആരെ പാപ്പി? ഓ അവൻ എന്റെ അടുത്ത് മാറി കഥ കൂട്ടിട്ട് അങ്ങനെയാ. എന്റെ ആരെങ്കിലും ഇത് റിവൈവ് ചെയ്. ചാവുന്നു, ഞാൻ ചാവുന്നു. എടാ റിവൈവ് ചെയ്യടാ. ഓ രണ്ടുപേരും കൂടെ റിവൈവ് ചെയ്യും. എന്നിട്ട് ഒരു മെഡിക്കേറ്റ് ഇടണേ. ഒരു ബഗ്ഗിയുടെ ശബ്ദം കേട്ടെ, ഒരു ബഗ്ഗിയുടെ ശബ്ദം കേട്ടെ. അവിടെ ഇടപെട്ടുണ്ട്. ഒരു ബഗ്ഗിയുടെ ശബ്ദം കേട്ടെ, ചിലപ്പോ ഇങ്ങോട്ട് വരും. എടാ നാറി. ഇരിക്കുന്ന കഥവ് മാക്സ് അടിച്ചാടാ. ഇല്ല, ടയർ അടിച്ചു പൊട്ടിച്ചവന്മാരെ. ഇല്ല, എവിടെ എനിമി ഞാൻ കണ്ടില്ല. ഇതേ വീട്ടില് വണ്ടി ഉണ്ടോ? ആ വണ്ടിയുടെ അവിടെ എനിമി ഉണ്ടോ? അല്ല, ആ വണ്ടി എന്തായാലും അവിടെ വെടികെട്ട്. വണ്ടി ഉള്ള സ്ഥിതിക്ക് അവിടെ വെടി പൊട്ടൂലേ. എടാ മയിലേ എന്നെ അടിച്ച് മുമ്പിത്തറ കാണിക്കല്ലേ. പിന്നെ ഫ്രണ്ട് കൂടെ പോയാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അവി പുറകിൽ നിന്ന് ആരോ വരുന്നത്. എത്ര പേര്? എടാ എനിക്കൊന്ന് ബാൻഡേജ് ഉണ്ടോ ഇതോടാ. അയ്യോ, ഇങ്ങോട്ട് അടി വരുന്നേ. താഴണ താഴണ താഴണ. ഈ വിൻഡോ ആ അവിടെ തന്നെ മൂവ്മെന്റ് അവിടെ. നോക്കി നോട്ടാ, അമ്മാരി ഇപ്പൊ റെസ്റ്റ് അടിച്ചു വരും. റെസ്റ്റ് അടിച്ചു വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, കാലിന്റെ അടി കേൾക്കുന്നുണ്ട്. ആ നമ്മള് കറക്റ്റ് മാപ്പിന്റെ ഉള്ളിലാ, മറ്റേതിന്റെ ഉള്ളിലാ. നമ്മളാ ഉള്ളിലാ നോട്ടം നമ്മളാണ്. പക്ഷെ 4 പേര് ഇവിടെ തന്നെ ഇരിക്കണ്ട. താഴെ ആരെങ്കിലും പോണേ. എടാ താഴെ ഈ കഥവിന്റെ കഥ ഓപ്പൺ ആക്കിയല്ലേടാ പൊട്ടന്മാരെ. കാണോടാ. ഇവിടെ എന്നെ അടിച്ച് പൊട്ടന്മാരെ. കഥവ് തുറന്നിടാ. ഞാൻ 100 വട്ടം പറഞ്ഞേ. വല്ല അവരാവും ഞാൻ വിളിക്കും കേട്ടാ. അറിയടാ കഥവനെ. ആര് തുറന്നിട്ടേ? ഇവിടെ കേറി വരുമ്പോ കഥവ് തുറക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റും. തുറന്നിട്ടുന്ന മുമ്പ് ഡയറക്റ്റ് കേറി വരും അവന്റെ പണ്ടക്ക്. ആ ബോംബ് തുടങ്ങിയേ. ഓ ബോംബിട്ടെ. എന്ത് പൂരെവിടെ വെട്ടിക്കെട്ട ഇവിടെ പുള്ള്. അയ്യോ, ഏതോ ഒറ്റ തീ കത്തിപ്പോയേ. ഒരാള് ഗ്രില്ല് പറയാൻ പറ്റുന്നുണ്ട് അവിടെ. കൊണ്ടി പറയാൻ കിട്ടിയിട്ടുണ്ട് അയാളുടെ. എനിമി കേറി വരുന്നുണ്ട്. പരമ വേണ്ട. അയ്യോ ഫ്ലാഷ്. ഞാനാ സേഫ് കിട്ടാ. ഓ സീന് പരമു അടിച്ച പരമോനെ. അടിച്ചടിച്ചടിച്ച്. ഓ ഒരാൾ നോക്കാക്കി. നൈസ് പരമോ. ഈ ഡോറ് ചിലപ്പോ അടയ്ക്കണേ. പൊട്ടി അത്. രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് അടി. പക്ഷെ ഇതിനകത്തൊരു ബോംബ് വന്ന് വീണ 4 പേര് 4 രീതിയാവേ. നമ്മൾ 4 സൈഡിൽ നിൽക്കണം. നടുവിലെ വീഴത്തുള്ള ബോംബ്. ഓ നൈസറ താഴെയുള്ളവനെ എടുത്തോ? ഈടാ 10 ആണ് 9 ആണ്. ഈകളെ നൈസറ അല്ല, അവൻ മേലെ കയറുന്ന അടിച്ചതേ കൊണ്ട്. നൈസ്. എനിക്ക് നല്ല ഓ അപ്പുറത്തെ വീട്ടിലെടുത്തേ. എന്താ അനങ്ങുന്നില്ല. കില്ലിലല്ല പ്രധാനം, ഡിന്നറിലാണ് പ്രധാനം. ആ ഇവിടെ ഒരാളുണ്ടായിരുന്നു. പാപ്പി സോണ്. അതാ അവൻ പുറത്തോട്ട് നോക്കുന്നത്. മാർക്ക് ചെയ്തേ. റഷ് അടിക്കട്ടെ. നൈസ്. ആള് കേറി വരും. ആ കഥവിന്റെ അവിടെ വയ്ക്കാ ചേർത്താനെ. ആള് ഒരുപാട് സ്പോട്ടിൽ പറയണേ. അല്ല നമുക്ക് ലൊക്കേഷൻ മാറണ്ടേ? സോണ് ആ സോണല്ലേ. ഫ്രണ്ടോട്ട് താഴ്ചാടും അല്ല, വേറെ വഴിയില്ല. വണ്ടി അവിടെ ഇട്ടിന്ന് വല്ല പിടിയുണ്ടോ? ആ വണ്ടി ഇവിടെ ഈസി ഡിന്നറാണേ. അയ്യോ അത് പാമ്പാവൻ എന്താ ഉള്ള വഴി? എന്താ ഉള്ള പാമ്പാവൻ? ഓക്കെ ഹാപ്പി അതിനകത്ത് ആരോ ഉണ്ട് കേട്ടോ. പോയോ? എവിടെ? എവിടെയാണെങ്കിൽ പറയണേ.
മാർക്ക് ചെയ്ത് അടിയടാ. അവൻ ചത്താളാ പാപ്പി. ചത്താളെ എന്നെ അടിച്ചു. എന്നെ അടിച്ചടാ. അടിക്കണവനെ. ഈസിയാണേ, മാച്ച് ഈസിയാണേ. കില്ല് പാപ്പി, കില്ല്. അത് മാത്രമേ ഇനി താഴെ ലെഫ്റ്റ് റൈറ്റ്, സോറി താഴെ. ആ സ്മോക്ക് ഇട്ട് കളിച്ചില്ലേ, അവനേ ഉള്ളൂ, വേറെ ഒത്തിനും ഇല്ല. കേറി പോവാൻ ഇവിടെ വെയിറ്റ് ചെയ്താ വരുമോ? അല്ല ബോംബ് വല്ലതും വെക്കും. അവന്റെ അടിയടാ ചെറുത്താനെ. ഞാൻ കേറി പോണ്ടേ. എടാ ഞാൻ മാർക്ക് ചെയ്യുന്നില്ലടാ, കാണുന്നില്ലേ? മോശം കളിയായിരുന്നു. എടാ ഈഗിള്, എടാ നീ വെട്ട് നീ കളിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടാ. മറ്റേ കണ്ണാടിയില് മേലെയാണെന്ന് പറഞ്ഞ് മറ്റേ കട്ടില് മേലെ കയറി നിന്ന് അടിക്കുന്നുണ്ടായിരുന്നു. അത് കിട്ടുകയും ചെയ്തു നിനക്ക് കില്ല്. അങ്ങനെ സ്കോപ്പ് നേരെ പ്രോപ്പർ അടിക്കാൻ പറ്റും. അതെ കിട്ടൂലല്ലേ മറ്റേ പക്ഷെ അഡ്വാൻറ്റേജ് ആണ് അവന്മാർക്ക്. നേരെ തലക്കിട്ട് പൊട്ടിച്ച തീരെ ശരിയാ.